അപ്പോൾ ചേട്ടൻ ഇതിനോടകം തന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇതിൽ ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്? എനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മിക്കവാറും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ്. അതൊക്കെ എൻ്റെ കഥാപാത്രങ്ങൾ വിജയിച്ചിട്ടുള്ളൂ. ഈ വാഴവ്യമായത്തിലെ സ്വാമി, മഴവിൽക്കാവടിയിലെ ഇയാൾ ഇപ്പോൾ മേലെപ്പറമ്പില്ലാൻ വീട്, പിന്നെ അതൊരു സ്ഥിരമായൊരു കാര്യസ്ഥനാണ്. അതുകൊണ്ട് അതിനൊന്നും യാതൊരു വേറെ സംഗതിയൊന്നും കാണിക്കേണ്ട, ചോദിക്കുന്നത് നമ്മൾ സമാധാനപരമായ വേറെ ചെയ്യേണ്ട കാര്യങ്ങൾ മുതലാളി പറയാൻ നമ്മളത് എസ് മൂളുക, എന്നിട്ട് വേറെ എവിടെയെങ്കിലും അബദ്ധം ചെയ്യുക. ഒരു വേലക്കാഴ്ചയോടെ വന്ന് പ്രാന്താശുപത്രിയിൽ അതിനെ വഴി കിട്ടി കറങ്ങി കിടക്കണ ഒരു പ്രാന്തിയെ കൊണ്ടുവന്നു. അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ. പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അറിയാതെ എനിക്കറിയാതെ വന്നു പോകുന്നത്. ഇവിടുത്തെ ഒരാളിൻ്റെ ആവശ്യമാണ് നമ്മളെ നേരത്തെ ഇത്. പക്ഷേ അവരെ ആസ്പത്രിയിൽ നിന്ന് ഓടി പോകുന്നതാണ്, ഇതൊന്നും നമ്മളറിയുന്നില്ല. അങ്ങനെയൊക്കെയുള്ള മേലെപ്പറമ്പിലാൻ വീട്, പിന്നെ മഴവിൽക്കാവടി, പിന്നെ ഈ പിന്നെ നമ്മുടെ മറ്റുള്ള കുറേ പടങ്ങൾ, അമ്മയാണ് സത്യം, ഈ കഥാപാത്രങ്ങളൊക്കെ, പിന്നെ മാനത്തെ കൊട്ടാരം, ഇതെല്ലാം സോണ്ടറാണ്. മാനത്തെ കൊട്ടാരം എന്ന് വെച്ചാൽ ഒരു ഭാര്യയാണ് അവിടുത്തെ ഭർത്താവ്. നമ്മളവിടുത്തെ ഈ പറയുന്നത് പോലെ കാലിരുമ്പി കൊടുക്കുക, വെറ്റില ചില അങ്ങനെ ഒരു കഥാപാത്രമാണ്. അങ്ങനെയുള്ള ചില ആളുകളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നില്ല. അങ്ങനെ ഒരു കഥാപാത്രം നമ്മൾ മാനത്തെ കൊട്ടാരം നല്ല കഥാപാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ, അതും ഇതാണ് ഈ അയ്യരാണ്. ഇതിനോടകം ചേട്ടന് എത്ര സിനിമകളിൽ അഭിനയിച്ചു? അതുകൊണ്ട് ഞാനൊരു 650 പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ട്. അതുപോലെ ചേട്ടൻ ഇതുവരെ സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. ഇതിനെക്കുറിച്ച്, ഈ അവാർഡുകളെക്കുറിച്ച്, ഈ അംഗീകാരത്തെക്കുറിച്ച് ചേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താണ്? എൻ്റെ നമുക്കുള്ള അഭിപ്രായം കിട്ടിയിട്ടില്ലെന്ന് ശരിയാണ്. എനിക്ക് അങ്ങനെയുള്ള അവാർഡുകളും ദേശീയ അവാർഡുകളോ അല്ലെങ്കിൽ സംസ്ഥാന അവാർഡുകളോ അല്ലെങ്കിൽ വേറെ ഒരു ഏതെങ്കിലും അവാർഡുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ജനങ്ങളുടേതായ അംഗീകാരം ഉണ്ട്, അതിനെ കാണുമ്പോൾ കിട്ടിയിട്ടുണ്ട്, അതേ ഉള്ളൂ. അതെ. അതായത് പണ്ടൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ അന്നൊക്കെ മാതൃഭൂമിയിൽ ഈ ആഴ്ചപ്പതിപ്പിൽ ഒരു എൻ്റെ റിവ്യൂ, ഈ അതിൽ കോഴിക്കോടെന്ന് പറഞ്ഞ ഒരാൾ, അതായത് ഞാൻ നിന്ന് ഫുട്ബോൾ ചാമ്പ്യനിൽ അഭിനയിക്കുമ്പോൾ നസീർ സാറിൻ്റെ ഫാദർ ക്യാരക്ടറുള്ള ആ ഒരു തമാശയില്ല, ഒരു ഇതില്ല, മാനസികമായി വളരെ 2 ആൺകുട്ടികളുടെ അച്ഛൻ, അമ്മയില്ല, അതായത് എൻ്റെ ഭാര്യയില്ല, ഇവരെ വളർത്തിക്കൊണ്ട് വരികയാണ്. അതായത് റൊട്ടി ഈ നമ്മൾ ഗോതമ്പ് വാങ്ങിച്ചിട്ട് അത് പൊടിപ്പിച്ച് റൊട്ടി ഉണ്ടാക്കി നമ്മൾ തന്നെ കൊണ്ടുവന്ന് നടന്ന് വെക്കുകയാണ്. മക്കൾക്ക് പോലും നമ്മളെ സഹായിക്കാൻ സാധിക്കുന്നില്ല. ഈ നിസ്സഹായത, ഈ വേദന, ഇതെല്ലാം കടിച്ചമർത്തിക്കൊണ്ട്. പക്ഷേ ആ പടം വന്നു കഴിഞ്ഞപ്പോൾ എനിക്കതിനുള്ള ഇത് ഒരു അവാർഡെന്നുള്ള നിലയിൽ ഈ കോഴിക്കോടിനെ എഴുതിയിരുന്നു. ഫുട്ബോൾ കോർട്ടിൽ വെളിയിൽ കളിച്ച് വിജയിച്ച ഏക നടൻ പറവൂർ ഭരതനാണെന്ന് എഴുതിയിരുന്നു. അത് വാസ്തവം പറഞ്ഞാൽ ഞാനത് എപ്പോഴും എൻ്റെ നാവിലും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുക. എൻ്റെ മനസ്സിൽ എപ്പോഴും അത് ചോദിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മയിലാടുംകുന്നിൽ, അതും പ്രേം നസീർ സാറിൻ്റെ അപ്പനായിട്ടാണ്. വലിയ എസ്റ്റേറ്റ് മുതലാണ് ഇതിനെ കുടിച്ചു കൂത്താടിയൊക്കെ പോയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവസാനം ഒരു നല്ല ബ്രാൻഡിയും മറ്റ് സ്കോച്ചൊക്കെ കഴിച്ച് ജീവിച്ച ആളാണ് കൂട്ടുകാരെ കൂടി. പക്ഷേ ഇത് വന്നപ്പോൾ ഇയാൾ ഒരു ശകലം പട്ട പോലും അടിക്കാൻ നിവൃത്തിയില്ല. ഇവൻ്റെ ഇവിടെ കിടന്ന് കൈയും കാലിന് വാദം വന്ന് കൈയും കാലൊക്കെ തളർന്നു. അങ്ങനെ സമസ്ത ഐശ്വര്യങ്ങളും കൈവടിഞ്ഞിട്ടും അതിൽ നിന്ന് അതിജീവിക്കുന്ന പറവൂർ ഭരതൻ്റെ അഭിനയമാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നതെന്ന്. ഇത്രയും ആളുകൾ അഭിനയിച്ചാൽ നമുക്ക് മാത്രം ഈ ഇത് കിട്ടിയല്ലോ. വാസ്തവം പറഞ്ഞാൽ അദ്ദേഹത്തെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള കുറേ സംഗതികളാണ് എന്നെ ഇപ്പോഴും ഇതിനകത്ത് പിടിച്ചു നിർത്തുന്നത്. ഞാൻ വേറെ കുഴപ്പക്കാരനല്ല, വേറെ ഇതൊന്നുമല്ല. എന്നെ ഇതിനകത്ത് അഭിനയിപ്പിക്കാൻ കൊള്ളാത്ത ആളുമല്ലെന്ന് മനസ്സിലായി. ജനങ്ങളുടെ അംഗീകാരം ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പിടിച്ചു നിൽക്കും.